ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദകമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയുമീ കരുണാസാഗരമേ. പാട്ടുപോലെ ദുഃഖഭരിതമാണ് മുരളിയുടെ ജീവിതം. ഈ കാണുന്ന തെരുവോരമാണ് 66കാരനായ മുരളിയുടെ വീട്. ഹോട്ടലിൽ പാത്രം കഴുകിയും മറ്റ് ചെറിയ ജോലികൾ ചെയ്തുമാണ് ഭക്ഷണത്തിനുള്ള പണം കണ്ടെത്തുന്നത്. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ ആരെങ്കിലും ആഹാരം നൽകിയാൽ വിശപ്പടക്കും, ഇല്ലെങ്കിൽ മുഴുപട്ടിണി. ഭാര്യയും 2 മക്കളും ഉണ്ടെങ്കിലും അവർക്കാർക്കും മുരളിയെ വേണ്ട. പൊതുവെ ആർക്കും നമ്മളോട് താല്പര്യമില്ല. മക്കൾ അവർ എൻ്റെ അടുത്ത് വരാറില്ല. മോന് വിഷ്ണു എന്ന് പേരിട്ട്, മോക്ക് ലക്ഷ്മി എന്ന് പേരിട്ട്. പിന്നെ വീട്ടിൽ അന്ന് അമരം പിച്ചിറങ്ങിയ സമയത്താണ് മോള് ജനിക്കുന്നത്. അവർക്ക് ഞാൻ വീട്ടിൽ മുത്തേ എന്ന് വിളിക്കുമായിരുന്നു. അതൊക്കെ ഇന്ന് ഓർക്കുക. നന്നായിരിക്കട്ടെ കുഞ്ഞുങ്ങൾ. ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ചികിത്സിക്കാൻ പോലും ആയില്ല. മുന്നോട്ടുള്ള യാത്രയിൽ ആശങ്കയേറെ. അങ്ങ് പോവാ, രാവിലെ എഴുതിക്കുക, വന്ന് കുളിക്കുക, നനയ്ക്കുക, വന്ന് ഒരു പണിയെല്ലാം കെട്ടി കയറി പോവാ. പിന്നെ എല്ലാം ഈശ്വരനെ ഏൽപ്പിച്ചു മുന്നോട്ട്. അപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല. അങ്ങനെ ഈശ്വരൻ അങ്ങനെ കിടത്തിക്കോട്ടെ, അപ്പോഴെന്തെങ്കിലും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ കഴിയുന്ന മുരളിയെപ്പോലെ 100 കണക്കിന് പേർ നമുക്ക് മുന്നിലുണ്ട്. അവരെ പലരെയും നമ്മൾ കാണാറുമുണ്ട്. എന്നാൽ നമ്മൾ കാണാത്ത പലരും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ജീവിതം തള്ളി നീക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാഴ്ചയാണിത്. രോഗികളുടെ ആധിക്യം കാരണം നിന്നു തിരിയാൻ ഇടമില്ലാത്ത ആശുപത്രിയിൽ ആരും തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിക്കപ്പെട്ട 30 രോഗികളുണ്ട്. പരിക്കേറ്റ നിലയിൽ പോലീസും സന്നദ്ധ പ്രവർത്തകരും എത്തിക്കുന്നവരാണ് മെഡിക്കൽ കോളേജിന്റെ കനുവിൽ കഴിയുന്നത്. കൂട്ടിക്കൊണ്ടുപോകാൻ ബന്ധുക്കളില്ലാത്തതുകൊണ്ട് കിടപ്പ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല. അഗതി കേന്ദ്രങ്ങളും ഇവരെ സ്വീകരിക്കില്ല. ഇത് മെഡിക്കൽ കോളേജിലെ മാത്രം കാഴ്ചയല്ല. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇതുപോലെ ആയിരക്കണക്കിന് പേരാണ് നടതള്ളപ്പെടുന്നത്. ആതുരാലയങ്ങൾക്കുമേൽ അധിക ബാധ്യത ഏൽപ്പിക്കുന്നതിന് പകരം ഇവർക്കെല്ലാം അന്തസ്സോടെ ജീവിക്കാൻ പരിസരമൊരുക്കുകയാണ് വേണ്ടത്. ക്യാമറമാൻ പ്രൈം ശശിയോടൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.